നമസ്കാരം. ഗാസയിലുള്ള ഹമാസിനെയും ലബനോണിലുള്ള ഹിസ്ബുള്ളയെയും യമനിലുള്ള ഹുതി വിമതന്മാരെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇസ്രയേൽ മിലിറ്ററി അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ എയർഫോഴ്സിനെ ഉപയോഗിച്ച് ഹിസ്ബുള്ളയുടെ ടോപ്പ് ലീഡർമാരെ എല്ലാം കൊന്നൊടുക്കിയ ഇസ്രയേൽ മിലിറ്ററി ഹിസ്ബുള്ളക്കെതിരെ ഇപ്പോൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഫ്രണ്ട് ലൈൻ നേതാക്കന്മാരെല്ലാം നഷ്ടപ്പെട്ട ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഇപ്പോൾ ലോ ലെവൽ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ലബനോണിൽ കരയുദ്ധം ചെയ്ത് കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ മിലിറ്ററിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരില്ലാത്ത ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ എത്രയും പെട്ടെന്ന് തന്നെ ലബനോൺ മണ്ണിൽ വെച്ച് ഇസ്രയേൽ സൈന്യത്തിന് നാമാവിശേഷമാക്കാൻ സാധിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത്. ഇസ്രയേൽ ഗാസയിലെ ഹമാസിനെയും ലബനോണിലെ ഹിസ്ബുള്ളിയെയും അതുപോലെ യമനിലെ ഹുതി വിമതന്മാരെയും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റിനും ഖത്തറും അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്രയേലിനെതിരെ ഒന്നും ഉരിയാടാത്തത് എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റിനും ഖത്തറും അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളുടെ ഈ മൗനത്തിൻ്റെ അർത്ഥം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവർ ഇസ്രയേൽ ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെയും ഹമാസിനെതിരെയും അതുപോലെ ഹുതി വിമതന്മാർക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന മിലിറ്ററി ഓപ്പറേഷന് സമ്മതമാണെന്നാണ്. അതിനുള്ള പ്രധാന കാരണം സൗദി അറേബ്യയും UAEയും ബഹ്റിനും ഖത്തറും ഈജിപ്തും ജോർഡാനും അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ പ്രോക്സിയായി മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും അതുപോലെ ഹുതി വിമതന്മാരുടെയും ഭീകരപ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും സ്വയം അനുഭവിച്ചും തളർന്നിരിക്കുകയാണ്. ഈ ഭീകരവാദി ഗ്രൂപ്പുകൾ ഇസ്രയേലിന് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലും ഗൾഫിലും സ്ഥിതി ചെയ്യുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യമനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹുതി വിമതന്മാരെ അറ്റാക്ക് ചെയ്യാൻ ഇസ്രയേൽ വായുസേനയ്ക്ക് സൗദി അറേബ്യ എല്ലായ്പ്പോഴും അവരുടെ എയർ സ്പേസ് തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഗവൺമെൻറ്റിന് ഇപ്പോൾ കൃത്യമായി അറിയാം ഇസ്രയേലിൻ്റെ അടുത്ത മിലിറ്ററി ടാർഗറ്റ് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖുമൈനി തന്നെയാണ്. ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിലെ ഹാർഡ് ലൈൻ ഗ്രൂപ്പുകളാണ് ഇസ്രയേലിനെ എല്ലായ്പ്പോഴും ശത്രുവായി കണക്കാക്കുന്നതും ഇസ്രയേലിനെ ഇറാൻ്റെ പ്രോക്സികളെ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഹാർഡ് ലൈൻ ഗ്രൂപ്പ് ആണ് ലബനോണിൽ ഹിസ്ബുള്ളക്കും ഗാസയിൽ ഹമാസിനും അതുപോലെ യമനിൽ ഹുതി വിമതന്മാർക്കും പണവും ആയുധങ്ങളും മിലിറ്ററി ട്രെയിനിങ്ങും നൽകിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഇറാൻ ഗവൺമെൻറ്റും അവരുടെ മിലിറ്ററിയും നഗ്നമായി ഇടപെട്ടാൽ ഇസ്രയേൽ ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖുമൈനിയെ വധിക്കുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളും അതുപോലെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ ഗവൺമെൻറ്റും അവരുടെ മിലിറ്ററിയും അയത്തുള്ള ഖുമൈനിയെ ഇപ്പോൾ രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്.